സ്ത്രീകൾ പൊതുവെ പറയാൻ മടിക്കുന്നതും എന്നാൽ ഒളിപ്പിച്ച് വെക്കുന്നതുമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ഇവർ ഈ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഒക്കെ യൂറിൻ പാസ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് എന്ത് കണ്ടീഷനാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ അമൽ മോഹൻ, യൂറോളജിസ്റ്റ്, നിംസ് ഹോസ്പിറ്റൽ, ട്രിവാൻഡ്രം. ഡോക്ടർ, വെൽക്കം ടു ദി ഷോ. ഡോക്ടർ, ഞാനിപ്പോൾ പറഞ്ഞ ഒരു ഇഷ്യൂ തന്നെയാണ്. ഫീമെയിൽ പൊതുവേ ഒന്ന് ഒളിപ്പിച്ച് വെക്കാറുണ്ട്. ഇതൊരു മറ്റ് തീരെയും പറ്റാതെ വരുന്ന ഒരു ഘട്ടം വരുമ്പോഴായിരിക്കും ഡോക്ടേഴ്സിനെ എല്ലാം പോയി കൺസൾട്ട് ചെയ്യുന്നതും എല്ലാം. എന്തുകൊണ്ടായിരിക്കും ഈ ഒരു യൂറിനേഷൻ പ്രോബ്ലം ഇങ്ങനെ വരുന്നത്? എന്തുകൊണ്ടായിരിക്കും? നമ്മളിത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് സ്ത്രീകളിൽ. ഇപ്പോൾ സ്ത്രീകളിൽ പൊതുവേ ഗർഭധാരണം കഴിഞ്ഞിട്ടും നമ്മുടെ ശിശുക്കളുടെ പിറവി കഴിഞ്ഞിട്ടും കോമൺ ആയിട്ട് നമ്മുടെ ഈ പെൽവിക് മസിൽസിന് വീക്ക്നെസ് ഉണ്ടാകുന്നു. അപ്പോൾ ഈ വീക്ക്നെസ് കാരണമാണ് കോമണസ്റ്റ് ആയിട്ട് നമുക്കിങ്ങനെ യൂറിൻ പിടിച്ചു നിർത്താൻ പറ്റാത്തൊരവസ്ഥ. അതായത് തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും നമ്മുടെ വയറിനകത്തുള്ള പ്രഷർ കൂടുമ്പോഴത്തേക്കും ഇവരുടെ ഈ മസിൽ വീക്ക് ആയതുകൊണ്ട് യൂറിൻ പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല, യൂറിൻ ഡ്രോപ്പായിട്ട് പുറത്തോട്ട് പോകുന്നു. അപ്പോൾ ഇത് പലർക്കും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാറുണ്ട്. പല സ്ത്രീകളും അത് അഡ്ജസ്റ്റ് ചെയ്ത് പാഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാറുണ്ട്. അപ്പോൾ പലർക്കും അത് കാരണം പിന്നീട് ഇത് കാരണം ഇൻഫെക്ഷൻസ്, അവിടുത്തെ തൊലിയിൽ ഇൻഫെക്ഷൻസ് ഉണ്ടായി അങ്ങനെ ബുദ്ധിമുട്ടുകളായ അവസാനം വളരെ മോശമായിട്ടുള്ളൊരു അവസ്ഥയിലായിരിക്കും യൂഷ്വലി നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ ഇത് ഏർലി സ്റ്റേജിലാണെങ്കിൽ നമുക്ക് വളരെയധികം എളുപ്പം ചികിത്സിക്കാൻ പറ്റുന്ന ഒരു അസുഖം കൂടിയാണ് ഈ സ്ട്രെസ് ഇൻകോണ്ടിനൻസ്. ഓക്കെ, അപ്പോൾ ഇതിനെങ്ങനെയാണ് മെഡിസിൻ ആണോ ആദ്യം കൊടുക്കുന്നത്, അതോ സർജറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകാറുണ്ട്? സ്ട്രെസ് ഇൻകോണ്ടിനൻസിന്റെ തുടക്കത്തിൽ നമുക്ക് വളരെ ഏർലി ആയിട്ടുള്ള സ്റ്റേജിലാണ് രോഗി നമ്മുടെ അടുത്ത് വരുന്നതെങ്കിൽ നമ്മൾ യൂഷ്വലി ഫിസിയോതെറാപ്പിയാണ് അഡ്വൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പെൽവിക് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസസ് അത് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അത് ഡെയിലി രോഗി ഇങ്ങനെ പല പ്രാവശ്യമായിട്ട് പല നാളിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും പെൽവിക് മസിൽസ് പതിയെ ബലം വയ്ക്കുകയും അത് കാരണം രോഗിക്ക് യൂറിൻ കൺട്രോൾ കിട്ടുന്ന ഒരു സ്റ്റേജ് നമുക്ക് കിട്ടാറുണ്ട്. ഏർലി സ്റ്റേജിലൊക്കെ നമുക്കിത് പെൽവിക് മസിൽ എക്സസൈസസ് കൊണ്ട് രോഗിക്ക് കൺട്രോൾ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. എന്നാൽ രോഗം അഡ്വാൻസ് ചെയ്ത് കഴിയുന്തോറും നമുക്ക് ഈ പെൽവിക് മസിൽ എക്സസൈസ് കൊണ്ട് ഇത് പിടിച്ചു നിർത്താൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഡ്രഗ് ട്രീറ്റ്മെന്റ് അത്ര ഇഫക്റ്റീവ് അല്ല. നമ്മൾ പലതരത്തിലുള്ള ഡ്രഗ് ട്രീറ്റ്മെന്റ് ട്രൈ ചെയ്താലും യൂഷ്വലി അത്ര റിസൾട്ട് കിട്ടാത്ത ഒരു കണ്ടീഷനാണ്. അപ്പോൾ രോഗിക്ക് അഡ്വാൻസ് ചെയ്ത് വളരെയധികം മൂർച്ഛിച്ച അസുഖം വരികയാണെങ്കിൽ നമുക്ക് സർജറിയാണ് പിന്നെ ഇതിനുള്ളൊരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ട് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് ഇന്ന് പലതരം സർജിക്കൽ ഓപ്ഷൻസ് ഇതിന് അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ മെഷ് വയ്ക്കുന്ന TOT എന്ന് പറയുന്ന ഓപ്പറേഷൻസ് ഉണ്ട്, അല്ലാതെ മെഷ് വയ്ക്കാതെ തന്നെ നമ്മൾ ടിഷ്യൂ റിപ്പയർ ആയിട്ട് ചെയ്യുന്ന ഓപ്പറേഷൻസും ഉണ്ട്. അപ്പോൾ ഈ ഓപ്പറേഷൻസ് നമുക്ക് ലാപ്രോസ്കോപ്പി ആയിട്ടും ഓപ്പൺ ആയിട്ടും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് ആണ്. ഈ പൊതുവേ നമ്മുടെ ഈ ടിഷ്യൂ റിപ്പയർ ഓപ്പറേഷൻസിന് 90% ആണ് സക്സസ് റേറ്റ് പറയുന്നത്. 90% രോഗികളിൽ ഞാൻ ഈ പറഞ്ഞ കണക്ക് ഈ പെൽവിക് മസിലിന്റെ വീക്ക്നെസ് കാരണമാണ് ഈ സ്ട്രെസ് ഇൻകോണ്ടിനൻസ് ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള രോഗികൾക്ക് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഒരു 10% ഇത് നമ്മുടെ ഈ യൂറിനറി സ്ഫിങ്ചർ എന്ന് പറയുന്ന സ്ഫിങ്ചറിക് മസിൽസിന്റെ ഇൻട്രൻസിക് ആയിട്ടുള്ള ഡിഫക്റ്റ് എന്ന് പറയും. ആ പേഷ്യൻസിന് നമ്മൾ ഈ സർജറി അത്ര ഇഫക്റ്റീവ് ആകത്തില്ല. അവർക്ക് ആ ഈ സ്ഫിങ്ചറിന്റെ തന്നെ പർട്ടിക്കുലർ ആയിട്ടുള്ള ഡിസീസ് ആയതുകൊണ്ട് നമ്മുടെ ഈ സർജറിക്ക് റിസൾട്ട് കിട്ടാതെ. പക്ഷെ 90%ഓളം നമുക്കത് ക്യൂർ ചെയ്യാൻ ഈ സർജറി കൊണ്ട് ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ്. ഡോക്ടർ, ഇപ്പോൾ ഈ അമ്മമാരാവുന്ന സ്ത്രീകൾക്കാണ് കൂടുതലും ഇങ്ങനെ ഒരു പെൽവിക് മസിൽ ലൂസ്നെസ് വരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വരുന്നത് കൊണ്ടാണല്ലോ ഈ ഒരു ഇഷ്യൂ വരുന്നത്. ഈ ഒരു ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അമ്മമാരായി കഴിഞ്ഞിട്ട് തന്നെ എന്തെങ്കിലും ചെയ്ത് നമുക്ക് ആ ഒരു മസിലിനെ കോൺട്രാക്ട് ഇല്ലാതെ ആക്കാനോ അല്ലെങ്കിൽ അതിനെ എന്തെങ്കിലും ഭേദപ്പെടുത്തി കൊണ്ടുവരാം? അങ്ങനെ പൂർണ്ണമായിട്ടും ഡെഫിനറ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഇല്ല. ഇപ്പോൾ നമ്മൾ അമ്മമാരായിട്ടുള്ള സ്ത്രീകളെന്ന് പറയുമെങ്കിലും അമ്മമാരാകാത്ത സ്ത്രീകളിലും പ്രായം കൂടുന്തോറും നമ്മൾ ഇതേ കണ്ടീഷൻ തന്നെ കാണാറുണ്ട്. അപ്പോൾ അതൊരു ഡെഫിനിറ്റീവ് ആയിട്ടുള്ള ഒരു ഫാക്ടറായിട്ടല്ല പറഞ്ഞത്. കോമൺ ആയിട്ട് അമ്മമാരായി പ്രസവം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിലാണ് കാണുന്നത്. പിന്നെ പൊതുവേ നമുക്ക് എക്സസൈസസ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. എറോബിക് എക്സസൈസ്, നടത്തം, വ്യായാമം ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ പെൽവിക് മസിൽസ് നാച്ചുറലി അതിന് ബലപ്പെട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള രോഗികളിൽ ഇത് വരുന്നത് നമുക്ക് ഡിലേ ചെയ്യാനും അല്ലെങ്കിൽ വന്നാലും ചെറിയ രീതിയിലോട്ട് പോകാനും ഒക്കെ സാധിക്കും. പ്രധാനമായിട്ടും ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ നല്ല രീതിയിൽ ഫിസിയോതെറാപ്പി ചെയ്ത് നമ്മുടെ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു അസുഖമാണ്. അഡ്വാൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് സർജിക്കൽ ഓപ്ഷൻസ് വേണ്ടി വരുന്നത്. ഇത് മറച്ചു വെക്കുന്ന സ്ത്രീകളോട് എന്തായിരിക്കും ഡോക്ടറിന് പറയാനുള്ളത്? അല്ല, നമ്മൾ ഈ മറച്ചു വെച്ച് ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള വെറ്റ്നസ് അത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുള്ളൊരു കണ്ടീഷൻ തന്നെയാണ്. പാഡ് വെച്ചിട്ട് എപ്പോഴും ഇങ്ങനെ നനവും ഈർപ്പവുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോവുക, അത് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരിക, ഇത്രയും ബുദ്ധിമുട്ടൊന്നും സഹിക്കേണ്ട കാര്യം ശരിക്കും ഈ അസുഖത്തിന് വേണ്ടി നമുക്കില്ല. നമുക്കിന്ന് ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ 90% ക്യൂർ റേറ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഓപ്ഷൻസ് നമുക്ക് ആവശ്യമുള്ള സ്ത്രീകളിൽ, അതായത് ഈ അവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ യൂറിൻ ലീക്ക് വരുന്ന സ്ത്രീകളിൽ അവർക്ക് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി ഇത്രയും
ഇത്രയും കഷ്ടപ്പെട്ട് ജീവിതം മുന്നോട്ട് വേണ്ട കാര്യം ഇന്ന് നമുക്കില്ല. നമുക്ക് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള സ്ത്രീകൾ തീർച്ചയായും മടിച്ചു നിൽക്കാതെ ഡോക്ടേഴ്സിനെ തന്നെ പോയി കാണുക. ഒരു മെഡിക്കേഷൻ്റെ ആവശ്യമില്ലെന്ന് എക്സസൈസിലൂടെ തന്നെ ആദ്യം തന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തന്ന ഡോക്ടറിനോട് ഒരുപാട് നന്ദി.